കേരള കോൺഗ്രസ് എം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളരിക്കുണ്ടിൽ നിർമ്മിച്ച കെ.എം. മാണി കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എം.പി. തോമസ് ഇരിപ്പക്കാട്ടിന് നൽകി നിർവഹിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ. കോൾ 4985240759. കേരള കോൺഗ്രസ് എം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളരിക്കുണ്ടിൽ നിർമ്മിച്ച കെ.എം. മാണി കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എം.പി. തോമസ് ഇരിപ്പക്കാട്ടിന് നൽകി നിർവഹിച്ചു. വീടിനകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. വീടിന്റെ ആശീർവാദ കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ തലശ്ശേരി തിരുപ്പതിയുടെ വികാരി ചേട്ടനാണ്. ആശീർവാദ പ്രാർത്ഥന മലയോര ജനതയുടെ ആവശ്യങ്ങളിൽ അവരോടൊപ്പം നിലയുറപ്പിച്ച ശക്തനും ധീരനുമായ നേതാവായിരുന്നു കെ.എം. മാണിയെന്നും വെളിച്ച വിപ്ലവത്തിലൂടെ മലയോരങ്ങളിൽ പ്രകാശവും സാമൂഹ്യ ജലസേചന പദ്ധതികളിലൂടെ ജലലഭ്യതയും കാരുണ്യ ചികിത്സാ പദ്ധതിയിലൂടെ രോഗികൾക്ക് സാന്ത്വനവും നൽകിയ മാണി സാർ കൈവരിച്ച മേഖലകളിലെല്ലാം വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ജനനായകനായിരുന്നുവെന്നും ജോസ് കെ മാണി അനുസ്മരിച്ചു. കുടുംബത്തിന് നമുക്കറിയാം, എല്ലാവർക്കും അവരുടെ ഒരു സ്വപ്നം സ്വന്തമായ ഒരു വീടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മരിക്കുന്നതിന് മുമ്പ് മരണമടയുന്നതിന് സ്വന്തമായ ഒരു വീട് നമുക്ക് വേണം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി എല്ലാ ജില്ലകളിലും പറ്റുന്നിടത്തോളം നിയോജക മണ്ഡലത്തിലും നമ്മൾ ഇതുപോലുള്ള കാരുണ്യ ഭവനം നടപ്പിലാക്കുവാനുള്ള തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ഭവനം നമ്മൾ നിർമ്മിച്ചത്. ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഈ ഒക്ടോബർ 9-ാം തീയതി 60 വർഷമാകുകയാണ്. ഈ ഒക്ടോബർ 9-ാം തീയതി നമ്മൾ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതികളാണ്. എല്ലാ ജില്ലകളിലും 2, 3, 4 ഒക്കെ ആയിട്ടുള്ള ഭവനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 60 ഭവനങ്ങൾ പൂർത്തിയാക്കി നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് നൽകണമെന്നുള്ളതാണ്. ഭവന നിർമ്മാണ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ജില്ലാ കമ്മിറ്റിയെയും സാമ്പത്തികമായി സഹായിച്ചവരോടും പ്രത്യേകം നന്ദി പറയുന്നതായും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ഇളംതുരുത്തിപ്പടവിൽ വീടിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. വെള്ളരിക്കുണ്ട് ഫൊറോന വികാരി റവറൻ ഡോക്ടർ ജോൺസൺ അന്ത്യാംകുളം, കേരള കോൺഗ്രസ് സംസ്ഥാന ഓഫീസ് ഇൻചാർജ് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ്, ഉന്നതാധികാര സമിതി അംഗം ജോയ്സ് പുത്തൻപുര, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, സജി കുറ്റിയാനിമറ്റം, ജില്ലാ പ്രസിഡന്റ് സജി സെബാസ്റ്റ്യൻ, ജില്ലാ സെക്രട്ടറിമാരായ ബിജു തോളിശ്ശേരി, ജോസ് കാക്കക്കൂട്ടുങ്കൽ, ഷിനോജ് ചാക്കോ, ബാബു നെടിയകാല, ജോയ് മൈക്കിൾ, ബേബി ജോസഫ് പുതുമന, ടോമി മണിയൻതോട്ടം, ജോസ് ചെന്നക്കാട്ടുകുന്നേൽ എന്നിവർ പ്രസംഗിച്ചു. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.